ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാമത്തെ സീസണായിട്ടും ഒരു കിരീടം പോലും സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വലിയ ആരാധക പിന്തുണയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു ട്രോഫി പോലും നേടിയിട്ടില്ല എന്നത് വലിയ നാണക്കേടാണ്. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ സ്ക്വാഡ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മൂല്യമേറിയ താരങ്ങളെ എടുത്തു നോക്കിയാൽ ആദ്യത്തെ 10 പേരിൽ 3 പേർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളാണ്. കഴിഞ്ഞ സീസണിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. മൂല്യമേറിയ സ്ക്വാഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കളത്തിൽ അതിന്റെ ഗുണം കാണിക്കാൻ കഴിയാത്തത്? അതിനുള്ള പ്രധാന കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് വിദേശ താരങ്ങളിലാണെന്നതാണ്. മൂല്യമേറിയ വിദേശ താരങ്ങളെ സ്വന്തമാക്കുന്നത് പോലെ ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നില്ല. ISLലെ ഏറ്റവും മൂല്യമേറിയ താരങ്ങളിൽ ആദ്യത്തെ 4 പേരിൽ 3 എണ്ണവും മോഹൻ ബഗാനിൽ നിന്നുമാണ്. അതുപോലെ ഇന്ത്യൻ താരങ്ങളിൽ മൂല്യമേറിയവരുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10 പേരിൽ 5 പേരും മോഹൻ ബഗാന്റേതാണ്. മുംബൈ സിറ്റി, ഈസ്റ്റ് ബംഗാൾ എന്നിവരും മികച്ച വിദേശ താരങ്ങളുടെ കൂടെ ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങളെയും ടീമിലെത്തിച്ചിട്ടുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിതി നേരെ വിപരീതമാണ്. മൂല്യമേറിയ താരങ്ങളിൽ ആദ്യത്തെ 10 പേരിൽ ജിമിനാസ്, ലൂണ, നോഹ എന്നിവർ ഉണ്ടെങ്കിലും മൂല്യമേറിയ ഇന്ത്യൻ താരങ്ങളിൽ ആദ്യ 10ൽ ഒരാൾ പോലും ബ്ലാസ്റ്റേഴ്സിലില്ല. ഇക്കാലയളവിൽ ഉണ്ടായിരുന്ന മികച്ച ഇന്ത്യൻ താരങ്ങളായ സഹൽ, ജിങ്സൺ എന്നിവരെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുകയും ചെയ്തു. വിദേശ താരങ്ങൾക്കൊപ്പം ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങളെയും എത്തിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകൂ എന്നുറപ്പാണ്. അല്ലെങ്കിൽ പ്രതിഭയുള്ള താരങ്ങളെ വളർത്തി ടീമിൽ തന്നെ നിലനിർത്തി മികച്ചൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഈ കിരീട വരൾച്ചയ്ക്ക് ഒരു ശമനമുണ്ടാവൂ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.